ശിഷ്യ ഒന്നിങ്ങോട്ട് വന്നേ മോനെ. ശിഷ്യ, ഇത് ഗീതയ്ക്ക് നന്നായിട്ട് ചേരൂല്ലേ? അയ്യോ ആശാനെ, പൈപ്പിന്റെ മകളോടാ. എടാ, തുണി പൈപ്പിന്റെ ആണെങ്കിലും നിന്റെ ആശാൻ ഗീതയുടെ അളവിലാണ് തച്ചിരിക്കുന്നത്. ഇവൻ ആരടാ? എന്താ ചേട്ടാ ഇത് നിനക്ക് വേണ്ടി തച്ച. ചുമ്മാ ഇരടാ. കളർ ഇഷ്ടമായോ? എന്തിനടാ എപ്പോഴും ഇങ്ങനെ ആശാനെ ആശാനെ എന്ന് വിളിക്കുന്നത്? ദിവസം രണ്ടുപേരും വിളിച്ചാൽ മതി, രാവിലെയും വൈകുന്നേരം. പൈപ്പ് വരുമ്പോ നീ പോയി കുളി. എവിടെയെങ്കിലും പോയി അതുപോലെ 3 മീറ്റർ തുണി വാച്ചോണ്ടോ. തുണിയും കൊണ്ടേ വരാവൂ. പോ. പൈപ്പ് വരുമ്പോ തുണിയെങ്കിലും കാണിക്കാമല്ലോ. നാളെ മറ്റന്നാളോ തച്ചു കൊടുക്ക. തുണി കിട്ടിയോ? പൈപ്പോ? എന്റെ കുഴഞ്ഞോ? പൈപ്പ് ആയിരിക്കല്ലേ? അയ്യോ അയ്യോ, ഇതാരാ? ചേച്ചിയോ? വരണം വരണം. പള്ളിയിൽ പോയ വഴിക്ക് ചുമ്മാ ഇങ്ങോട്ട് കയറിയതാ. എന്നാ തച്ചു എന്താ തച്ചു തരാം. തരാം. ചേട്ടാ താനെന്താ ഡാൻസ് കളിക്കുന്നത്? ഒന്നുമില്ല. നീപ്പം ഇങ്ങോട്ട് പറയുന്നത് അതൊക്കെ പിന്നെ പറയാം. ചേച്ചി നിന്റെ പെങ്ങളാണ് ഗീത. ഇത് പൈപ്പ്. എന്താ? അല്ലല്ല, മേരി മേരി മേരി. അകത്ത് പോ, അകത്ത് പോ. ചേട്ടൻ എന്താ ഈ കാണിക്കുന്നു? താനെന്റെ മകളുടെ തുണി തയ്ച്ചില്ലേ? തച്ചു. എന്നിട്ട് എവിടെയോ? അതല്ലേ ഇട്ടിരിക്കുന്നേ, നന്നായിരിക്കുന്നല്ലേ? താൻ എന്ത് പറഞ്ഞോടെ കാണിച്ചിരിക്കുന്നേ? ഞാൻ കൊണ്ടുവന്ന തുണി തന്റെ പെങ്ങൾക്ക് തയ്ച്ചു കൊടുത്തിരിക്കുന്നു. ചേട്ടാ എന്താ ഈ കേൾക്കുന്നത്? ഒന്നും അറിയാത്ത പാവം. കണ്ടോരെ തുണി കൊണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കാൻ നിനക്ക് നാളെ കൊണ്ടോടി. ക്ഷമിക്കണം, എന്റെ പെങ്ങൾക്ക് വേണ്ടി ആ തുണി ഞാൻ തച്ചുപോയി. എവിടെ നിന്നെങ്കിലും അതേ തുണി തന്നെ വാങ്ങി ഞാൻ തച്ചുതരാം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. ഓ, തന്റെ ഒരു കൂവ. ഇന്ന് 4 മണിക്കകം എന്റെ തുണി തന്നില്ലെങ്കിലുണ്ടല്ലോ, മേരുടെ വിധം മാറും. പറഞ്ഞേക്കാം. ഗീതേ, ഗീതേ, കണ്ട പെണ്ണുങ്ങൾ കൊണ്ടുവന്ന തുണി കൊണ്ട് എനിക്ക് തയ്ച്ചു തരാൻ ചേട്ടന് നാണമില്ലേ? ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ചേട്ടൻ കേട്ടില്ലേ? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ തന്നെ ആരും ഇങ്ങോട്ട് വരാതായി. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം. ഇതെല്ലാം പുറത്തറിഞ്ഞാൽ ആരെങ്കിലും ഇതിനകത്ത് കയറുമോ?